മക്കളെ, അപ്പൊ നമ്മളെ SSLC മോഡൽ എക്സാം നമ്മുടെ പഠിക്കൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് ഞാനും മനു സാറിതാ ഇപ്പോ ഇവിടെ എത്തിയത്. ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ ഓരോ ചാപ്റ്ററിനും ഏതാണ് ഇമ്പോർട്ടൻസ്, ഏത് പഠിക്കണം, കുറെ ഉണ്ടല്ലോ എന്നതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കൃത്യമായി ഞങ്ങൾ പറയാൻ പോവാണ്. ഞങ്ങൾ പറയുന്നത് വെറും 30 പോയിന്റ്സ് ആണ്. വെറും 30 എണ്ണം, 7 ചാപ്റ്ററിന് വെറും 30. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇത് പഠിച്ചാൽ A+ ഉറപ്പാണ്, ഫിസിക്സ് ഉറപ്പാണ്. സോ നമുക്ക് ലാസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. എനർജി മാനേജ്മെന്റ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി, അല്ലെങ്കിൽ ഹരിതോർജവും ബ്രൗൺ എനർജിയും പഠിച്ചു വെക്കും. അതേപോലെ തന്നെ മക്കളെ കലോറിഫിക് വാല്യൂ അഥവാ കലോറിക മൂല്യം, അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഹൈഡ്രജനെ കുറിച്ച് എന്തായാലും പഠിക്കണം. ഹൈഡ്രജൻ എന്താ പഠിക്കേണ്ടത്? ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് വീടുകളിൽ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് ചോദിക്കുക. വൈ ദ ഹൈഡ്രജൻ നെവർ യൂസ് ഡൊമസ്റ്റിക് ഫ്യൂവൽ ചോദിക്കും. അതേപോലെ ഫോസിൽ ഫ്യൂവൽസ് അഥവാ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് പഠിക്കണം. അതായത് കോള്, അതുപോലെ നമ്മളെ നാച്ചുറൽ ഗ്യാസ് അല്ലെ, പ്രകൃതി വാതകം, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൽക്കരിനെ കുറിച്ചൊക്കെ പഠിച്ച് കലക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. CNG, LNG, LPG ആഡ് ചെയ്ത് വെക്കേണ്ടി. ഓക്കെ, ഇത്രയും ഭാഗം. പിന്നെ ന്യൂക്ലിയർ എനർജി പറ്റി മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഫിഷനുണ്ട്, ഫ്യൂഷനും ഉണ്ട്. ഭൂമിയിൽ നടക്കുക, ഭൂമിയിൽ ഫ്യൂഷൻ ആണ്, ആണോ? അല്ല, അതായത് ഫിഷൻ ആണ്. ഫിഷനും ഫ്യൂഷനും കംപ്ലീറ്റ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. സൂര്യനിലാണ് ഏത് ഫ്യൂഷൻ. ഒന്നുകൂടി ഉണ്ട്, ഓട്ടക് പവർ പ്ലാന്റ് കേട്ടിട്ടുണ്ടല്ലോ, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ. അതുകൂടി പഠിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറഞ്ഞ പാഠത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. രണ്ട് കാര്യം. ഒന്നെന്താണ്? ഡിഫക്റ്റ് ഓഫ് വിഷൻ, മയോപ്പിയ, അതെ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. കൂടാതെ വെള്ളെഴുത്തോട് പഠിച്ചു വെക്കുക. സ്കാറ്ററിംഗിന് 3 ഭാഗം എല്ലാവർക്കും അറിയാലോ. എന്താണ്? ബ്ലൂ കളർ ഓഫ് സ്കൈ അല്ലെങ്കിൽ ബ്ലൂ കളർ ഓഫ് ഓഷ്യൻ. പിന്നെ റെഡ് കളർ ഓഫ് സൺ ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, ഉദയ അസ്തമയ സമയത്തിൽ ആ കാര്യം പഠിക്കാം. പിന്നെ തന്നെ ടിൻഡൽ പ്രഭാവം എന്ന് പറഞ്ഞ ഭാഗം പഠിക്കാതെ പോകാൻ പാടില്ല കേട്ടോ. 2 കാര്യം പഠിച്ചാൽ മതി. ഓക്കെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറഞ്ഞ പാഠത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. റേ ഡയഗ്രാം ഉറപ്പായിട്ടും പഠിക്കാൻ നിങ്ങൾ പോകരുത്. സാധാരണ റിഫ്ലക്ഷനില് റേ ഡയഗ്രാം ചോദിക്കാറില്ല, മിററിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലെ. എന്നാൽ ഇവിടെ എന്തായാലും റേ ഡയഗ്രാം ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാല് ലെൻസ് ഫോർമുല ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രോബ്ലംസ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഇതിലേക്ക് വേണമെങ്കിൽ ഇതൂടെ ആഡ് ചെയ്യാം, മാഗ്നിഫിക്കേഷൻ പ്രോബ്ലം തീർച്ചയായിട്ടും ആഡ് ചെയ്യാം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ കോണും പൂർണ്ണാന്തര പ്രതിപതനവും വളരെ 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 ഇമ്പോർട്ടന്റ് ആട്ടോ. പഠിക്കാതെ പോകാൻ പാടില്ല കേട്ടോ, പഠിക്കാതെ പോവല്ലേ. ഇനി നമ്മുടെ 4ാം ചാപ്റ്റർ ആണ് പ്രകാശത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഒരു ഇക്വേഷൻ. നിങ്ങൾക്കറിയാം, n = 360/θ - 1 മറക്കരുത്. അതേപോലെ തന്നെ സാറേ റെഗുലർ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ഫിഗർ തരും, കണ്ടെത്താൻ ചോദിക്കുക, ഡെഫിനിഷനും പഠിച്ചു വെക്കുക. ക്രമപ്രതിപതനവും ക്രമരഹിത പ്രതിപതനവും. ഓക്കെ, പിന്നെ മിറേഴ്സ് ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ, അതറിയാലോ, കോമൺ ആണ് ഉറപ്പായിട്ടും. ഇവിടുന്ന് ഏറ്റവും സാധ്യതയാണ് മിറർ ഫോർമുലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണത്തിൽ നമ്മൾ 3rd ചാപ്റ്റർ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. 3 ഇൻഡക്ഷനും പഠിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം, സെൽഫ് ഇൻഡക്ഷൻ മലയാളത്തിൽ സെൽഫ് ഇൻഡക്ഷൻ, ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ മലയാളത്തിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഈ 3 ഇൻഡക്ഷൻ പഠിക്കാണ്ട് പോവല്ലേ. പിന്നെ ട്രാൻസ്മിഷൻ ലോസ് ആണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എനർജി മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോവാണ്, ഇതിൽ കൂടി പോകുന്നു, അപ്പൊ എനർജി ലോസ് ഉണ്ടാവും, പ്രസരണ നഷ്ടം. തീർച്ചയായിട്ടും എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഇത് ഇല്ലാത്തൊരു എക്സാം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. നഷ്ടവും പവർ ലോസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇൻഡക്ടേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ്, അതായത് ഇൻഡക്ടറിന്റെ അഡ്വാൻറ്റേജ് ഓവർ റെസിസ്റ്റർ, അതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് ഓവർ റെസിസ്റ്റർ മസ്റ്റ് ആണ്, മറക്കരുത്. ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കണം, ഡെഫിനിഷനും പഠിക്കാം. ട്രാൻസ്ഫോമർ പ്രോബ്ലംസ് ഉറപ്പാണ് കേട്ടോ, അത് പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. പിന്നെ അറിയാലോ VS/VP > 1 അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഷുവർ ക്വസ്റ്റ്യൻ. ആ ചിത്രം തന്നിട്ട് ചിലപ്പോൾ അടയാളപ്പെടുത്തിയ ഭാഗം ഏതാന്നൊക്കെ പറയും, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രവർത്തനം കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലം എന്ന് പറഞ്ഞ പാഠത്തിൽ മെയിൻ ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്, ഒരു ബാർ കാന്തവും വൈദ്യുത കാന്തമായ സോളിനും തമ്മിലുള്ള
വ്യത്യാസങ്ങൾ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ്. അതേപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആൻഡ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതേപോലെ തന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, നിങ്ങൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സാധനം പഠിക്കാതെ പോകാൻ പാടില്ല കേട്ടോ. ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ആദ്യം പഠിക്കേണ്ടത് ജൂൾസ് ലോ ആൻഡ് പ്രോബ്ലംസ് പഠിക്കാൻ നിങ്ങൾ ആരും പോവില്ല, കാര്യങ്ങൾ പറയേണ്ട കാര്യമല്ല, ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റേഴ്സ് സീരീസും പഠിക്കണം, പാരലലും പഠിക്കണം. അതിന്റെ പ്രോബ്ലംസ് കണക്കുകൾ നിർബന്ധമായിട്ട് പഠിക്കണം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദ്യം ഉണ്ടാവേണ്ടത് നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കണം. ഇൻകാൻഡസെന്റ് വെരി 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 ഇമ്പോർട്ടന്റ്. അതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു സാധനമാണ് LED. LED വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പാർട്സ് ഉള്ള ഒരു കോണല്ലേ, അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. പിന്നെ അതേപോലെ ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന്റെ കൂടെ ഫ്യൂസ് വയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന സാധനം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഫ്യൂസ് വയർ, പവർ പ്രോബ്ലം. പവർ പ്രോബ്ലം മസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ ലെൻസിന്റെ പവർ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്, ഞാൻ വിട്ടുപോയി ഇവിടെ പറയാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇത് പഠിക്കാതെ മക്കൾ നിങ്ങൾ പോവരുത്. ഇത് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്താ ഓഫർ ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും A+ കിട്ടും. ഇത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ലാസ്റ്റ് അയ്യോ സാറ് കുറെ പഠിക്കാനുണ്ട്, ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ് മെയിൻ ആയിട്ട് ഇത് പഠിക്കാൻ വരുന്നത്. അതെ, ബാക്കിയുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇനിയും ബാക്കി ഇങ്ങനെ റിവിഷൻ നോക്കിക്കോ. നിങ്ങൾ ഈ കാര്യം ഒന്ന് എഴുതിയെടുക്കുക, ടിക്ക് ചെയ്ത് പോവുക. ഇതിൽ ഏതൊക്കെ ഞാൻ പഠിച്ചു ടിക്ക് ചെയ്ത് പോവുക. പഠിക്കാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വേഗം എടുത്ത് പഠിക്കുക. അപ്പൊ ഇപ്പോഴും ഫുള്ള് സെറ്റ് ആവാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് ഇത് പഠിച്ചതിന് ശേഷം വേറെ എന്ത് പഠിച്ചാൽ മതി. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ ഇനിയിപ്പോ എവിടെ പോയിട്ടാ പഠിക്കാനുള്ള ടെൻഷൻ അടിക്കണ്ട. ഇന്ന് കറക്റ്റ് നമ്മൾ ലൈവ് 5:30 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നാളെ രാവിലെ നമ്മൾ ലൈവ് ഉണ്ടാവും. അപ്പം എല്ലാ ആൾക്കാരും ലൈവിൽ എത്തുക. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ലൈവില് കാണാം. ബൈ ബൈ.